അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തിരുവോണ ദിനമാണ്. അപ്പൊ ഞങ്ങള് തിരുവോണത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നത്തെ വ്ളോഗിൽ കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ജിതീഷേട്ടനിരുന്നു കഴുകുവാണ് ഇവിടെ. ഇന്ന് രാവിലെ വിളക്ക് കത്തിക്കണം. അപ്പൊ വിളക്ക് കത്തിക്കാനുള്ള എന്താ പറയാ എല്ലാം കഴുകി വെക്കുവാണ്. നമ്മൾ സാധാരണ തുടച്ച് വെക്കത്തുള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴുകത്തുള്ളൂ. അപ്പൊ ഇന്ന് ഓണായതുകൊണ്ട് രാവിലെ തന്നെ കഴുകുവാണ്. നമ്മൾ വിളക്ക് കഴുകുവാണ്. നമുക്ക് വേറെ സിങ്കോ കാര്യങ്ങളോ ഇല്ല. ഒന്ന് ബാത്റൂമിൻ്റെത് അല്ലെങ്കിൽ അടുക്കളയുടേത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് വെള്ളം പിടിച്ച് ഇങ്ങ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് കഴുകുന്നത്. ചേട്ടൻ രാവിലെ തന്നെ കുളിച്ച് പൂവെല്ലാം മേടിക്കാൻ പോയി. ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ല, കാരണം ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തിരുവോണത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആയിരിക്കും, പിന്നെയാണ് സദ്യ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇഡ്ഡലി സാമ്പാറൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് ഓർഡർ ചെയ്തു. രാവിലെ പൂവൊക്കെ മേടിച്ചോണ്ട് വന്നു. ഇനി അതൊരു അത്തം ഇടണം. എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ മാത്രമേ അത്തം ഇടുള്ളൂ. വേറെ ആരും അത്തം ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം എനിക്കത് ഇടുമ്പോൾ ഒരു സന്തോഷമാണ്. ഇവിടെ ആയാലും നമുക്ക് പൂവൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് തന്നെ ഇടാലോ. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ നമുക്ക് ഇടാലോ എന്ന് വെച്ചു. ഇവിടെ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് അത്തപ്പൂക്കൾ ഇടാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുവാണ്. ഇനി പൂക്കളൊക്കെ ഒന്ന് ഇറുത്തെടുക്കണം. ഞാൻ ഇപ്പൊ രാവിലെ കുളിച്ചിട്ടില്ല. എന്തായാലും അമ്പലത്തിൽ പോകുമ്പോൾ കുളിച്ച് റെഡി ആവണമല്ലോ. ആമസോണിൽ നിന്നൊരു സാരിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലത്തെ ഫുഡ് ഞാൻ പറഞ്ഞില്ല, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. അപ്പം ഞങ്ങൾ അത് കഴിക്കാൻ പോവാണ്. ഓണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇഡ്ഡലി സാമ്പാറും വേണം. ഇവിടെ വന്നപ്പോഴേ ശരിക്കും എനിക്ക് വിഷമം മനസ്സിലായത്. സത്യം, നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവരുടെ വിഷമം മനസ്സിലാവും. ഇപ്പം ഹസ്ബൻഡ് ഇവിടെ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്കത് മനസ്സിലൊക്കെ ആവും. പക്ഷെ എന്നാലും അത്രയും ഡീപ്പായിട്ട് നമ്മുടെ നാട് എത്രയും നമുക്ക് മിസ് ചെയ്യുന്നെന്നുള്ളത് ശരിക്കും നമുക്ക് ഈ നാട്ടിൽ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. രാവിലെ ആവുന്നു രാത്രി ആവുന്നു ഒന്നും അറിയാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് സമയമൊക്കെ അങ്ങ് കടന്നു പോവുകയാണ്. 2025 ഞങ്ങൾ എല്ലാ സെലിബ്രേഷനും കഴിഞ്ഞ വർഷത്തെ ഡിസംബറിൽ തുടങ്ങി ക്രിസ്മസ് തുടങ്ങി എല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതിന്റെ സന്തോഷമുണ്ട്. എന്നാലും നമുക്ക് പ്രത്യേകിച്ചും വിഷുവിനൊന്നും എനിക്കങ്ങനെ നാട് മിസ് ചെയ്തില്ല. പക്ഷെ ഞങ്ങൾ ട്രിവാൻഡ്രവും കൊല്ലത്തും ഉള്ളവരാണ്. അപ്പൊ ഞങ്ങളുടെ ആഘോഷം കൂടുതലും ഓണമാണ്. കണ്ണൂർ അങ്ങോട്ടൊക്കെ ഉള്ളവർക്കാണ് കൂടുതലും വിഷു ഒക്കെയാണ് ആഘോഷം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം തിരുവോണം ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നു. വീട്, നാട്, ഭക്ഷണം, എനിക്കെല്ലാം മിസ് ചെയ്യുന്നു. ഞങ്ങളിവിടെ തിരുവോണത്തിന്റെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോഴേ എനിക്ക് അതിന്റെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവുന്നത്. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നിനക്കത് മനസ്സിലാവത്തില്ല എന്നൊക്കെ. അപ്പോഴും ഞാൻ പറയും എനിക്ക് മനസ്സിലാവും, നമ്മൾ ഒരുമിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വേറെ ഒരിടത്ത് എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആഘോഷവും. നമ്മളിപ്പോൾ നൊസ്റ്റാൾജി അടിച്ചിരിക്കുവാണ്. ഞങ്ങളുടെ പഴയ ഓണം, ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലെ ഓണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമുക്കതൊന്നും തിരിച്ചു വരാനും പോകുന്നില്ല, കിട്ടാനും പോകുന്നില്ല. ഓർമ്മകളിലേക്ക് മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങി. അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഇഡ്ഡലി സാമ്പാറും നമ്മുടെ ട്രഡീഷണൽ ഓണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അതായത് ഞങ്ങളുടെ വീട്ടിലെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓണത്തിന്റെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി സാമ്പാർ. ചിലപ്പോൾ ഒരു ചമ്മന്തി കാണും, സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കും. ഞങ്ങളെ ഇഡ്ഡലി താമരശ്ശേരി ഇഡ്ഡലിയാണ്. രാമശ്ശേരി ഇഡ്ഡലിയാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നത് ഇത് തൃശ്ശൂർ സൈഡൊക്കെയാണോ കിട്ടുന്നത്? പാലക്കാടാണോ? പാലക്കാട്. കേക്കില് എന്റെ മേക്കപ്പ് ഐറ്റംസും ബാക്കിയുള്ള ഐറ്റംസും ഞാൻ എല്ലാം എടുത്തു വെച്ചേക്കുവാണ്. അതാണ് ബേക്ക് കുളമായിട്ടിരിക്കുന്നത്. കൊള്ളാം അല്ലേ? അപ്പൊ ഞങ്ങളത് കഴിക്കട്ടെ. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. കുറച്ച് ഓവറായി പോയി അല്ലേ? കുറച്ച് നെയ്യും ഇതെല്ലാം ഉണ്ടായിരുന്നു, കുറച്ച് ഓവറായി. കുഴപ്പമില്ല, ഓണത്തിന്റെ അന്ന് ഞങ്ങൾ ഇച്ചിരി ഓവറാണ്. അത്ത ഇടാനായിട്ട് പോവാണ്. 4 ടൈപ്പ് പൂവേ ഉള്ളൂ അല്ലേ ഏട്ടാ? എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പാക്കി ഒരു അത്ത ഇടും. അത്ത ഇടുമ്പോഴാണ് ശരിക്കും ഓണത്തിന്റെ ഒരു ഫീല് കിട്ടുന്നത്. ഒരു ഫീൽ ഗുഡ് അല്ലേ? അത്തത്തിന് അതുള്ളൂ. എല്ലാ പ്രാവശ്യവും എന്റെ കലാവിരുതാണ് അത്തം. നോർമലി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും. ഇപ്രാവശ്യം അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പൂക്കള് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് അങ്ങ് അത്ത ഇടും. അമ്മ പറഞ്ഞു പുറത്തിടാൻ. ഇവിടെ ഇടാൻ പറ്റത്തില്ലമ്മ, പുറത്തിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇടാൻ പോകും. ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളത്തിന് വേണ്ടി ഒരുക്കിയ പൂക്കൾ.
ഇന്ന് രാവിലെ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ നമ്മൾ 4 കവറിൽ, ഇവിടെ പേപ്പർ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, അപ്പൊ 4 കവറിലായിട്ട് നമ്മളിങ്ങനെ ഇറുത്ത് ഇടും. അങ്ങനെ എല്ലാ പൂക്കളും ഞങ്ങൾ ഓരോ കളർ അനുസരിച്ചിട്ട് ഓരോ കവറിലാക്കി ഇടുവാണ്. ഇതിൽ കുറച്ച് പണിയുള്ള ഒരു പരിപാടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന ഓഫീസിൽ നിന്നൊക്കെ കോള് വന്നു. അപ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഫുൾ അങ്ങ് ചെയ്യുമായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേനും എനിക്ക് ഭയങ്കര മുട്ടുവേദനയും ബോഡിയൊക്കെ ഒരു പെയിൻ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ എനിക്ക് ഇത്രയും പെയിൻ വരാൻ കാരണം, ഇങ്ങനെ മുട്ടുകുത്തിയാണല്ലോ ഇരുന്നത്. ഇതിപ്പോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും സ്ട്രെയിൻ ചെയ്തിട്ടായിരുന്നു അത്ത ഇട്ടോണ്ടിരുന്നതെന്ന്. കുറച്ചായിട്ട് എനിക്ക് വർക്കൗട്ടൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ശീലം കുറവായിരുന്നു. ഇപ്പൊ ചേട്ടൻ ഫുഡ് മേടിക്കാനായിട്ട് പോവാണ്. നമ്മുടെ ഓർഡർ ചെയ്ത ഫുഡ് ടേക്ക് അവേ ആണ്, അതുകൊണ്ട് പോയി മേടിക്കാം. ഓ എന്തൊരു സൗണ്ടാണേ. എപ്പോ വരും? റെഡി ആയിട്ടുണ്ടോ? അല്ല റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് വിളിച്ചു ചോദിക്കേ. ഓക്കെ ടാറ്റാ. അങ്ങനെ ചേട്ടൻ ഫുഡ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ബാക്കി അത്തം ഇട്ട് തീർക്കട്ടെ. അതുപോലെ ഒരു അത്തമാണ്. എനിക്ക് വലിയ ഡിസൈനൊന്നും ചെയ്യാനായിട്ടുള്ളൊരു സമയവും ഇല്ല. പിന്നെ അത്രയും പൂക്കളല്ലേ ഉള്ളൂ. ഇത്ര പൂക്കൾ കൊണ്ട് ചിലപ്പോൾ നല്ല ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ. പിന്നെ പെർഫെക്ഷൻ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റത്തില്ല. വേറെയും അമ്പലത്തിൽ പോകണം, കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ബാക്കി നോക്കട്ടെ. ഇട്ടിട്ട് വന്നപ്പോഴത്തേനും പൂവൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് ഇട്ടതിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടിട്ടൊക്കെയാണ് റെഡിയാക്കി എടുത്തത്. ഞാൻ വിചാരിച്ച കണക്ക് നിന്നിട്ടും ഉണ്ടായിരുന്നില്ല പൂവ്. ഒരുവിധം ഞാൻ പൂക്കളും എല്ലാം റെഡിയാക്കി. പക്ഷെ ആ മഞ്ഞ പൂവില്ലേ ലാസ്റ്റത്തെ, അത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ആക്കിയിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞ് ഞാൻ ദൂരെ നിന്ന് നോക്കി ആസ്വദിക്കുമായിരുന്നു ഈ അത്തം. അങ്ങനെ ചേട്ടൻ എത്തിയപ്പോഴത്തേനും കവറെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ പിടിച്ചോണ്ടാ വന്നതെന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ പോയിട്ട് വന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഇതെന്റെ സാരിയാണ് കേട്ടോ, ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നല്ല അടിപൊളി സാരിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ഇനി ഫ്രഷ് ആയിട്ട് സദ്യ കഴിക്കണം. കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു എന്താ പറയാ, രാവിലെ എണീറ്റ് നിന്ന ഒരു കോലം ഒന്ന് ഞാൻ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നല്ല സദ്യ കഴിക്കണം. എത്രയോ കൂട്ടം കറികളൊക്കെ ഉണ്ട്, ചക്കപ്പായസമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അല്ലേ ഏട്ടാ? ബോളി കിട്ടിയില്ല. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ബോളി ഇല്ലാതൊരു സദ്യ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ് ബോളി. പിന്നെ വേണ്ടാന്നങ്ങ് വെച്ചു, സമയം ഫുള്ള് പോണ്ടാന്ന് വെച്ചു. നമ്മുടെ ഇല, വാഴയില, ചേട്ടാ കുപ്പി മാറ്റിക്കോട്ടെ. നമുക്ക് തറയിലിരുന്ന് കഴിക്കാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ലേ? 23 കൂട്ടം സാധനം. ഹായ്, ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. സീല് പൊട്ടിക്കുവാണ്. നമ്മുടെ ഓണസദ്യയുടെ സീൽ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞിരിക്കുവാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് സദ്യ. ഇതൊക്കെ ഉള്ളതാണ്. ഓ വാവ്, അടിപൊളി. ഇതിലൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ട്, ഓരോരോ പേരുകളുണ്ട്. ചെറിയ പപ്പടം, ചോറൊക്കെ അവിയലിന്റെ അടിയിൽ എന്താ, കടലപ്രഥമനാണോ? രസം. ഓ രസം, കടല ഒരു ദിവസം വെക്കണം. അല്ല എന്റെ ഫേവറേറ്റ് ആണ്. ഉണ്ടോ, നല്ല പാക്കേജ് ആണ് അവരുടെ. ഇതെല്ലാം എടുത്ത് മാറ്റി അടുത്ത ഐറ്റംസ് കാണാൻ പറ്റും. ആ കഴുകി വെച്ചേക്കുവാണ്. നമ്മള് കഴുകണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. ഇല്ല, അഴുക്കില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകാം. ടേബിൾ എല്ലാം ഞങ്ങൾ വൃത്തിയാക്കിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് എടുത്തു വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അലങ്കോലമായ പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ തുടച്ചെടുത്ത ടേബിളാണ്. ഇവിടെ സ്പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇലയൂട്ട് കഴിഞ്ഞു. ചിപ്സ്, ശർക്കര വരട്ടി കൊണ്ടുവരും. ഇതൊക്കെ കുറച്ച് അവര് നമുക്ക് ഒരാൾക്കുള്ള കറക്റ്റ് ഇത് തന്നെയാണ് തരുന്നത്. ഓവറായിട്ടൊന്നും അവര് തരുന്നൊന്നുമില്ല. ഓലൻ വന്നു, അവിയലും വന്നു, ബീൻസ് വെച്ചു, കടല എരിശ്ശേരി, വടക്കൻ കൂട്ടുകറി. ഇത് വടക്കൻ കൂട്ടുകറിയാണ്. ആ, നെക്സ്റ്റ് വരുന്നത് പുളിയിഞ്ചി. പുളിയിഞ്ചിയാണ്. വാവ്, മധുരമാണോ? കുറച്ച് മധുരമായിരിക്കും. കഴിച്ചിട്ടില്ല. ശർക്കരയൊക്കെ ഇടുമെന്ന് തോന്നുന്നു. നമ്മുടെ അച്ചാറാണ്. മാംഗോ അച്ചാർ. എന്റെ പേര് എഴുതിക്കുന്നുണ്ട്, മാങ്ങ തളിച്ചത്. മാങ്ങ തളിച്ചത്. പച്ചടി. ഓക്കെ,
ഇത് നോർമൽ നമ്മുടെ പച്ചടി. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ പറ്റ പാട് എനിക്കറിയാവും. കുമ്പളങ്ങ ഓലനാണിത്. ഇതാണ് കേബേജ് തോരൻ, നമ്മുടെ തോരൻ. ഇനി നമ്മൾ ചോറാണ് വിളമ്പുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ സാമ്പാർ. പരിപ്പുണ്ടോ കേട്ടാ? ചോറ് കുറച്ച് എടുത്താൽ മതി, അത്രയും കഴിക്കത്തില്ല. അപ്പൊ ഹാഫ് കുറച്ചിട്ടാ മതി. കാരണം കറികൾ ഒത്തിരി ഉണ്ടല്ലോ, പകുതി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരു ചോറ് നമുക്ക് രണ്ടാക്കും ഇട്ടാ പോരെ. കുഞ്ഞൻ പരിപ്പ് വട വെച്ചോളൂ. കുഞ്ഞൻ പരിപ്പ് വട, പപ്പടം. പഴം ഉണ്ടോ? ആ പഴം ഉണ്ട്. ഉപ്പ് വേണ്ട. ചേട്ടന് വിളമ്പാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വിളമ്പുന്നത്. ഇത് പരിപ്പായിരിക്കും, കാരണം അത് ഇങ്ങനെ ഇതായി പോയത്. അയ്യോ, ഇച്ചിരി കൂടെ വെള്ളം പോലെ വേണമായിരുന്നു. വെള്ളം കുറയുമ്പോഴത്തേനും അത് കട്ടയാവത്തില്ലേ, അങ്ങനെ ആയതാണ്. മോര്, നെയ്യ്, പായസം, പിന്നെ സാമ്പാറ്, പരിപ്പ്, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. ഇത്ര തന്നെ അല്ല, ഇത്രയും ഉണ്ട് നമുക്ക്, ഇത്ര തന്നെ ഉള്ളൂ എന്ന്. എന്നാലും നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അങ്ങനെ ഒരു ഇതാവോന്ന് അറിയത്തില്ല അല്ലേ ഏട്ടാ. വിശന്നിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വീട്ടിൽ കഴിക്കുമ്പോ അത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, വീടും നാടും. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങ് വന്നാലോ. അപ്പൊ നമുക്ക് കഴിക്കാം. ഞങ്ങളുടെ അത്താപ്പൂക്കളം. ഇത് ചാമിലി നോക്കിയാണ്. ഒന്നും കഴിച്ചില്ലേ? ഒന്നും കഴിച്ചില്ല, പിന്നെ ഇത് കാര്യം കഴിച്ചോ? ഇത്രല്ലേ ഉള്ളു. ഇതൊക്കെ നോക്കി എന്നെ കണ്ടുപടി. എനിക്കിത്ര ഇത് കുഞ്ഞു കുമ്പിയാണ്, എനിക്ക് ഇത്ര ഉള്ളെന്ന് കാണുന്ന പോലെ അല്ല ഞാൻ ഇത്ര കഴിക്കൂ. ഇത്ര കപ്പാസിറ്റി ഉള്ളു. സദ്യ ഇഷ്ടം പോലെ കറിയുള്ളത്, എന്റെ വയറ് ഫുള്ളായി. എണീറ്റോ ഇനി? ഇതും കൂടി ചിപ്സും കൂടി ഫിനിഷ് ചെയ്യട്ടെ. എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക്. എന്തായാലും ഒരുപാട് സമയം പോയി, ഒന്നും ശരിയായിട്ടില്ല. എന്തോ തടി വെച്ച പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഇത് നന്നായിട്ട് ഒതുക്കി കൊടുക്കേണ്ട ഒരു സാരിയൊക്കെ ഒതുക്കി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉള്ളതിൽ നിന്നും തടി തോന്നുമല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ പ്രീ പ്ലീറ്റ് ഒക്കെ ചെയ്ത് വെക്കാം. ഞാൻ വെച്ച് 1 പ്ലേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഉടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ കാലം ആയില്ല ഞാൻ ഉടുത്തിട്ട്, അപ്പൊ അതിന്റെ ഒരു അപാകതകൾ എനിക്കുണ്ട്. ഒരുപാട് സമയം പോയി. ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കി നടന്ന് എനിക്ക് തട്ടി വീഴും. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ കമ്മല് കൊള്ളാവോ? ഡേറ്റുഡേന്ന് മേടിച്ച കമ്മലാണ് ഇത്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചോക്കറാണ്. ഇത് രണ്ടും കൂടി പെയർ ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ റൂമാണ്. എവിടെയാ? എൻ്റെ ഈ തുറന്നു കിടക്കുന്ന നമ്മുടെ റൂമാണ്. ഇതാണ് അമ്പലം. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. കയറി കൊണ്ടിരിക്കും. ഞാൻ കണ്ണൊക്കെ ഇട്ടിട്ട് കുറച്ച് വാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളെ വാലിട്ട് കണ്ടെത്തിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല വെയിലുണ്ട്. ഇത് ശരിക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ പാകത്തിനുള്ളൊരു വെയിലാണ്. ഇനി അവിടെ എത്തുമ്പോഴത്തേനും അമ്പലം അടയ്ക്കും ഒന്നും അറിയത്തില്ല. അമ്പലം അടയ്ക്കത്തില്ലായിരിക്കും, 8 മണി വരെ ഉണ്ട്. തിരക്കായിരിക്കും. ട്രാഫിക് എന്ന് പറഞ്ഞോ? ഓ, അങ്ങോട്ട് പോകാൻ ഭയങ്കര ട്രാഫിക്കാണ്. സോറി, വഴിയിൽ എത്തുമോ എന്തോ അറിയത്തില്ല. ഞാൻ മേക്കപ്പിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ, ഫുൾ വീഡിയോ. അപ്പം അതും കുറച്ചും കൂടെ ഞാൻ ലേറ്റ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഓവർ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി എനിക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം 1 പ്ലേറ്റ് അല്ലേ. ഇതിപ്പോൾ പിടിച്ചിട്ട് നിൽക്കുന്നില്ല, ഒന്നും നിൽക്കുന്നില്ല. ലാസ്റ്റ് സാരി കയ്യിൽ നിന്ന് പോയി. 2-3 പ്രാവശ്യം സാരി കൊടുത്തു. അതിലാണ് കംപ്ലീറ്റ് സമയം പോയത്. ഞങ്ങളിത് അമ്പലത്തിലൊക്കെ കയറിയ ശേഷമുള്ള വിഷ്വൽസ് ആണ്. അതിൻ്റെ അകത്ത് കയറിയിട്ട് തൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മൊബൈലൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ അകത്തെ വിഷ്വൽസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുറത്ത് ഈ ഒരു പോർഷനിലൊക്കെ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. നല്ല ആളായിരുന്നു. നല്ല സൗണ്ട് കുറവാന്ന് തോന്നുന്നു, നല്ല നോയ്സ് ഉണ്ട്. ഇത് പല ഇതുണ്ട് അല്ലേ ഏട്ടാ. ഇവിടെ മുരുകനുണ്ട്, പിന്നെ എന്തോണ്ട്? മൂകാംബിക ഉണ്ടോ? മൂകാംബിക ദേവി ഉണ്ട്, മുരുകനുണ്ട്, കൃഷ്ണനുണ്ട്. നമ്മൾ ശരിക്കും ഓണത്തോടനുബന്ധിച്ച് എന്തോ പൂജ എന്തോ ഉണ്ടായിരുന്നു. അത് 5 മണിക്കോ 8:30 മലയാളികൾക്ക് മെയിനായിട്ട് കൃഷ്ണനെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് കൃഷ്ണന്റെ ഭാഗത്ത് അത്തമൊക്കെ ഇട്ട് ഒരുക്കി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ അവിടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. നല്ല മലയാളികളുണ്ട്,
ഒത്തിരി നല്ല മലയാളികളെന്നല്ല ഒത്തിരി മലയാളികളും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നതാണ് ഈ പ്രസാദം. ഇഞ്ചി മുട്ടായി എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ പേടയാണ്, അധികം മധുരമൊന്നും ഇല്ല, കുഴപ്പമില്ല, നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ ഭയങ്കര സ്നേഹത്തോടു കൂടി വിളിച്ചിട്ടാണ് കേട്ടോ ഈ പ്രസാദം തരുന്നത്. നമുക്ക് പോയി മേടിക്കാൻ തോന്നും. നമുക്ക് ലെഫ്റ്റിലോട്ടാണ് നവഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള വഴി. അവിടെ ചെറിയൊരു അമ്പലമുണ്ട്. അപ്പൊ അവിടെയാണ് അടുത്ത അമ്പലം എന്ന് നമുക്ക് പറഞ്ഞു തരും. ഇതൊരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിലുള്ള ഒരു അമ്പലമാണ്. ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള പ്രതിഷ്ഠകളും ഉണ്ടെങ്കിലും കൂടുതലും ഇതിന്റെ സ്ട്രക്ചറൊക്കെ വന്നിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രക്ചറാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും തിരക്കുണ്ടാവുന്നു. കാരണം ചേട്ടൻ മുന്നേ പോയതാണ്. ആ സമയത്തൊന്നും തിരക്കേ ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ സാരി നേരെ ചൊവ്വേ ഉടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ മുണ്ടുവാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു കംഫർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാൻ തൊഴുതിറങ്ങിയത്. എനിക്ക് പേടിയായിരുന്നു ആരെങ്കിലും ചവിട്ടുമ്പോഴത്തേനും ഇതെങ്ങാണ്ടെങ്കിലും പോകും, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു. അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ചർച്ചും ഉണ്ട്, പിന്നെ ഗുരുദ്വാരയും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇറങ്ങുവാണ്. ടാക്സിയിലാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. സാരി ഉടുത്തതുകൊണ്ടൊന്നും ഒരു കംഫർട്ടൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഓണമായിട്ട് സെറ്റും മുണ്ടും ഉടുത്തിട്ട് എല്ലാവരും അമ്പലത്തിൽ വന്നപ്പോഴത്തേനും കാണുമ്പോൾ നല്ല രസമുണ്ട്, നല്ല സന്തോഷം തോന്നി എനിക്ക്. കുറെ പേരെ നമ്മുടെ വേഷത്തിൽ കാണാൻ പറ്റിയല്ലോ. ഞങ്ങള് തിരിച്ചെത്തി. എന്നിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുവാണ്. ഞാൻ ഈ സാരിയുടെ ഫോട്ടോസ് ഒന്നും നേരെ ചൊവ്വ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ കഴിച്ചതും കുടിച്ചതും പോയതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഓണം 2025 ഓണം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഓണം അല്ലേ, ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇടത്തിലുള്ള ഒരു ഓണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാരും സന്തോഷത്തോടെ ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ, സമാധാനത്തോടെ ഇരിക്കാൻ പറ്റട്ടെ ഇനിയുള്ള എല്ലാ വർഷത്തിലും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.